വെൽക്കം ടു മൈ ചാനൽ ത്രെഡ്സ് ആൻഡ് ടെയിൽസ്. ഇന്ന് ത്രെഡ്സ് അല്ല ടെയിൽസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തൃശ്ശൂർ ചാവക്കാടുള്ള മറൈൻ വേൾഡിലേക്കാണ്. പേര് പോലെ തന്നെ പല തരത്തിലുള്ള മീനുകളുടെ ഒരു മായാ ലോകമാണ് മറൈൻ വേൾഡ്. മറൈൻ കാഴ്ചകൾ കൂടാതെ തന്നെ ഇവിടെ ഹൊറർ ഹൗസ്, 16D സിനിമ, മിറർ ഹൗസ്, ബേർഡ്സ് പാർക്ക് എന്നതിനുള്ള സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് വില വരുന്നത് 10 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 400 രൂപയും 60-ൽ മുകളിൽ വയസ്സുള്ളവർക്ക് 350 രൂപയും 95 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഹൈറ്റുള്ള കുട്ടികൾക്ക് 280 രൂപയുമാണ്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മറൈൻ വേൾഡിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യാം. സൺലൈറ്റൊന്നും ഒട്ടും വരാത്ത രീതിയിലാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അധികം ചൂട് മീനുകളെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മീനുകളും സെപ്പറേറ്റ് ടാങ്കിലാണ് വെച്ചിരിക്കുന്നത്. പല ഷേപ്പുകളിൽ അത് വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മീനിൻ്റെയും പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും, ഒപ്പം അതിൻ്റെ ഒറിജിൻ എവിടെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഓരോ മീനിൻ്റെയും സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കി വായിച്ച് നമുക്ക് സാവധാനത്തിൽ എല്ലാം കണ്ടു പോകാൻ പറ്റും. മറൈൻ ക്രിയേച്ചേഴ്സിനോടൊക്കെ താല്പര്യമുള്ളവർ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് മറൈൻ വേൾഡ്. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വളരെ നന്നായി എൻജോയ് ചെയ്ത് 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണത്. ചെറുതും വലുതുമായ പലതരത്തിലുള്ള മീനുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ചെറുവിരലിൻ്റെ വലിപ്പമുള്ള മീൻ മുതൽ ഒരു 3 അടി 4 അടി വലിപ്പമുള്ള മീനുകൾ വരെ ഇവിടെയുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കാനോ ഒരുപാട് ലഹള വെച്ച് സംസാരിക്കാനോ അവർ സമ്മതിക്കാറില്ല. കാരണം അതൊക്കെ മീനിനെ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഫിഷ് സ്പാ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അത് നമ്മുടെ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. മറ്റ് ചാർജസ് അതിന് വേണ്ടി കൊടുക്കേണ്ടതില്ല. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഈ ഫിഷ് സ്പാ ചെയ്യാനായിട്ട് അവിടെ ഇരിക്കാം. അതുപോലെ തന്നെ ഈ ഫിഷ് സ്പായുടെ അതേ ഏരിയയിൽ നമുക്ക് ചായ, കാപ്പി, ചിപ്സ് അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ പറ്റിയ ചെറിയൊരു കട കൂടിയുണ്ട്. അപ്പോൾ ഇത്ര ദൂരം നടന്നിട്ട് ദാഹവും മറ്റും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ കഴിക്കാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവിടെ ക്യാമറ അലൗഡ് അല്ല. നമുക്ക് അവിടെ വേണമെങ്കിൽ അവരുടെ ക്യാമറ യൂസ് ചെയ്ത് അവർ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു തരും. അത് പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പുറത്തിറങ്ങുമ്പോൾ അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് മീനുകളെ എനിക്ക് മറൈൻ വേൾഡിൽ കാണാൻ പറ്റി. ഇതുവരെ കണ്ട മീനുകളിൽ എനിക്ക് വെറൈറ്റി ആയി തോന്നിയത് ഈ ഒരു മീനാണ്, മഡ് സ്കിപ്പേഴ്സ്. ഇതിന് വെള്ളം ഇല്ലെങ്കിലും ശ്വസിക്കാൻ പറ്റും, ഒപ്പം തന്നെ മരം കയറാൻ പറ്റും, അതുപോലെ തന്നെ ചാടാൻ പറ്റും, പറക്കാൻ പറ്റും. കാണാൻ അധികം വലിപ്പില്ലെങ്കിലും ഒരുപാട് കഴിവുകളുള്ള മീനാണത്. പിന്നെ നെക്സ്റ്റ് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ്. ഈ വൈറ്റ് കളറിലുള്ളതും ഒരു ഫിഷാണ്. ഈ ക്ലോൺ ഫിഷും ഈ വൈറ്റ് കളറിലുള്ള ഫിഷും തമ്മിൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ആ റിലേഷൻഷിപ്പിൽ 2 പേർക്കും ബെനിഫിറ്റ് ഉണ്ടാവും. ക്ലോൺ ഫിഷിനാണെങ്കിൽ പ്രെഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിക്കാനായിട്ട് ആ വൈറ്റ് ഫിഷിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. വൈറ്റ് ഫിഷിനാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോൺ ഫിഷിൻ്റെ
വേസ്റ്റ് അതിന് ഫുഡായിട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഒരു റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്കാണ്. അവിടെ ഇതുപോലെ മരങ്ങളും കാട് പോലെയൊക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അടിയിൽ ഒരുപാട് മീനുകൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ നെക്സ്റ്റ് സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷുകളെ അവരിട്ടിട്ടുണ്ട്. വെറൈറ്റീസ് ഓഫ് ഫിഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാലുള്ള മീനിനെ കണ്ടിട്ടുണ്ടോ? അതും അവിടെ ഉണ്ട്. ഈ ഫിഷിനെ കണ്ടോ? ഇതിന് 4 കാലുകളും ഉണ്ട്. അതുമാത്രമല്ല നല്ല അട്രാക്റ്റിംഗ് കളേഴ്സിലാണ്. യെല്ലോ, പർപ്പിൾ, വൈറ്റ് അങ്ങനെയുള്ള കളേഴ്സിലാണ് അതുള്ളത്. ഇത് നമുക്ക് പെറ്റായി വളർത്താൻ പറ്റിയൊരു ഫിഷാണ്. എക്സോലോട്ടിൽ എന്നാണ് പേര്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 180 ഡിഗ്രിയും അക്വേറിയമായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹാഫ് പോർഷൻ അക്വേറിയം പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു കടലിൻ്റെ നടുക്ക് കൂടെ നടക്കണ ഒരു ഫീല് നമുക്കുണ്ടാവും. ഇത്രയൊക്കെയാണ് മറൈൻ വേൾഡിലെ കാഴ്ചകൾ. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ മറൈൻ വേൾഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹോട്ടൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുമാത്രമല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ അമ്മമാരുടെ ഒരു ഹോട്ടലും അവിടെയുണ്ട്. ഈ മറൈൻ വേൾഡിൽ നിന്ന് ചാവക്കാട് ബീച്ചിലേക്ക് അധികം ദൂരമില്ല. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ മറൈൻ വേൾഡും കണ്ട് ഒപ്പം തന്നെ ചാവക്കാട് ബീച്ചിൽ പോയി സൺസെറ്റും കണ്ട യാത്ര അടിപൊളിയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.
എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്